സ്വർണത്തെ വെള്ളി തോൽപ്പിച്ചോ? അതെ അതെ, വെള്ളി നീയാണിപ്പോൾ പൊന്ന് എന്ന് വേണം പറയാം. കാരണം ഒറ്റ വർഷത്തിനുള്ളിൽ, അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ 1 കിലോ 1,04,500 രൂപയായിരുന്നു വില. ഇന്നത്തെ വില 2,80,000 രൂപയാണ്. അതായത് 10 കിലോ സ്വർണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാങ്ങിച്ച ഒരാൾ ഇപ്പോൾ വിറ്റാൽ 17,50,000 രൂപ ലാഭം ഉണ്ടാകും. നോക്കൂ, നേരെ ഇരട്ടി, ഒറ്റ വർഷം കൊണ്ട് നേരെ ഇരട്ടി വില കൂടിയിരിക്കുന്നു വെള്ളിക്ക്. ഇത് സ്വർണത്തിനെ വെല്ലുന്ന തരത്തിൽ വെള്ളിയുടെ റേറ്റ് കുതിച്ച് കയറുകയാണ്. വെള്ളി കിട്ടാനില്ല എന്നത് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. സ്വർണത്തെക്കാളും ലാഭകരമായ നിക്ഷേപം ഇപ്പോൾ വെള്ളിയാണ്. മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്നത് വെള്ളി ആയതുകൊണ്ട് ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതി മുതൽ രാജ്യത്തെ മുഴുവൻ ബാങ്കുകളിലും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ, നമ്മുടെ മുത്തൂറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ വെള്ളി ആഭരണങ്ങളും വെള്ളി നാണയങ്ങളും പണയം വെക്കാം. ഒരാൾക്ക് 10 കിലോ വെള്ളി വരെ പണയം വെക്കാം. നാണയങ്ങളാണെങ്കിൽ 500 ഗ്രാം വരെ, 1/2 കിലോ വരെ പണയം വെക്കാം. എന്നാൽ വെള്ളിക്കട്ടികളൊന്നും പണയം വെക്കാൻ പറ്റില്ല. അതിൻ്റെ ഉത്തരവ് റിസർവ് ബാങ്ക് ഇറക്കി. അപ്പോൾ നോക്കൂ, സ്വർണം എന്ന് പറയുന്ന ഏക ലോഹമാണ് സമ്പാദ്യമുണ്ടാക്കാൻ ഏറ്റവും നല്ലത് നിക്ഷേപം, ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം എന്ന് കരുതിയിരുന്ന ചിത്രം മാറുകയാണ്. അപ്പോൾ നമ്മൾ സ്വർണത്തിൻ്റെ വില കൂടുന്നു, വില കുറയുന്നു, ഒരു പവൻ ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ ആയി. അങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളിയുടെ കാര്യത്തിലും വലിയ കുതിപ്പുണ്ടാകുന്നുണ്ട്. സ്വർണവുമായി ആനുപാതികമായി നോക്കുമ്പോൾ സ്വർണത്തിനേക്കാളും പല മടങ്ങാണ് വെള്ളിയുടെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് സമീപകാലത്തെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ട്രേഡിംഗ് നിരക്ക് നോക്കുമ്പോൾ ലാഭമുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല നിക്ഷേപം സ്വർണ്ണമല്ല, വെള്ളിയാണ്. അപ്പോൾ വെള്ളി എന്തുകൊണ്ടാണ് വെള്ളിക്ക് ഇങ്ങനെ വില കൂടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിനു മുമ്പ് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശങ്ങൾ പറയാം. അതായത് RBIക്കും സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകൾക്കും, സഹകരണ ബാങ്ക് അല്ല എന്നും പറഞ്ഞ് ഇന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, പരസ്യം കൊടുത്തിട്ടുണ്ട്. നിരവധി തവണ ഈ പരസ്യം വരുന്നുണ്ട്. സഹകരണ ബാങ്കുകൾ ഒരിക്കലും ബാങ്ക് എന്നുള്ള പേര് വെക്കാൻ പാടില്ല. അവ ബാങ്കല്ല, റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലല്ല. അതിൽ നിക്ഷേപമിട്ടാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമായിട്ടാണ് റിസർവ് ബാങ്ക്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഒരു 10-12 തവണ റിസർവ് ബാങ്ക് ഇങ്ങനെ സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്നുള്ള പേര് വെക്കരുതെന്നുള്ള പരസ്യം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പണി വരുന്നുണ്ട് അവറാച്ച. ഇങ്ങനെ പരസ്യമൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം റിസർവ് ബാങ്ക് ഈ സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന് വെച്ചിരിക്കുന്നവരുടെയൊക്കെ മേലൊരു പിടിപിടിക്കും. അതിൻ്റെ ഒരു മുന്നൊരുക്കമാണ്. കാരണം കേന്ദ്രത്തിലെ സഹകരണ മന്ത്രി കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ. അത് കണ്ടറിഞ്ഞ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ചില പരിഷ്കാരങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇവിടെ ചങ്കത്തടിച്ച് പിന്നെ നിലവിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. നമുക്ക് കാത്തിരിക്കാം. അത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ വെള്ളിക്കട്ടികൾ പണയം വെക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. 2.5 ലക്ഷം രൂപ വരെയാണെങ്കിൽ വെള്ളിയുടെ വിലയുടെ 85% വരെ വായ്പ കിട്ടും. ഇനി 2.5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വരെ ഉള്ള ലോണിനാണെങ്കിൽ വെള്ളി വിലയുടെ 80% ലോൺ കൊടുക്കാമെന്നാണ് പറയുന്നത്. 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ വെള്ളിയുടെ മൂല്യത്തിൻ്റെ 75% വരെ ലോൺ കിട്ടും. ഇതിൻ്റെ ഗൈഡ് ലൈൻസും തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നോ എവിടെയെങ്കിലും വായിച്ചു? എവിടെയും കണ്ടില്ല. അപ്പോൾ RBI പറയുന്നു, ഇനിയിപ്പോൾ ഫെബ്രുവരിയായി, മാർച്ച് ഏപ്രിലോട് കഴിഞ്ഞാൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ, എന്ന് വെച്ചാൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ എല്ലാ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും മുന്നിൽ സ്വർണ്ണപ്പണയം എന്ന് മാത്രമല്ല സ്വർണം വെള്ളി പണയം എന്നുള്ള ബോർഡ് വരും. അപ്പോൾ വെള്ളി എന്ന് പറയുന്നത് ഈ അടുത്ത കാലം വരെ അവഗണിക്കപ്പെട്ടിരുന്ന, പലർക്കും ഒരു വെള്ളി കൊലുസൊക്കെ ഉണ്ടാക്കും, വെള്ളി ആഭരണങ്ങൾ അങ്ങനെ ഇടാറില്ല, വെള്ളി ചിലരുടെ ശരീരത്തിൽ വിയർപ്പ് തട്ടിയാൽ കറുത്തു പോകും എന്നൊക്കെ പറയും അല്ലേ. ഇങ്ങനെയൊക്കെയാണ്. സ്വർണം അലർജി ആയിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെ വെള്ളിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു കുതിച്ചു കയറ്റം ഉണ്ടായിരിക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് പരിശോധിക്കുന്നത്. വെള്ളിയുടെ കാര്യത്തിൽ ഇതുവരെ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ കുതിച്ചു കയറ്റം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്താണ് കാരണം? അതിന് കൃത്യമായി അത് നമ്മുടെ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജിയോ പൊളിറ്റിക്സ് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വെള്ളി ഖനനം ചെയ്യുന്ന രാജ്യങ്ങൾ മെക്സിക്കോ, ചൈന, പെറു, റഷ്യ എന്നിവയാണ്. റഷ്യ ഒരു വർഷം 1200 മെട്രിക് ടൺ വെള്ളി കയറ്റുമതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ റഷ്യ ഒരു തരി വെള്ളി ഇപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല. റഷ്യയുടെ കയ്യിലിപ്പോൾ 92,000 മെട്രിക് ടൺ വെള്ളി കയ്യിലിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. റഷ്യൻ വെള്ളി വിപണിയിലേക്ക് വരാതായപ്പോൾ വെള്ളിയുടെ വില ലോക മാർക്കറ്റിൽ കൂടിയിരിക്കുന്നു. അപ്പോൾ ആയിരക്കണക്കിന് ടൺ വെള്ളി വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായി. കാരണം റഷ്യ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളി ഡുക്കാറ്റ്, ലുന്നോയ് എന്ന് പറയുന്ന 2 ഖനികളിൽ നിന്നാണ് റഷ്യ വൻതോതിൽ വെള്ളി ഖനനം ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഖനനം ചെയ്യുന്ന വെള്ളി മുഴുവൻ റഷ്യ സ്വന്തം കയ്യിൽ വെക്കുക. ഒരു ഗ്രാം പോലും
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുറത്തേക്ക് വിടുന്നില്ല. അതിനുള്ള കാരണത്തിലേക്ക് വരാം. അപ്പോൾ എന്ത് പറ്റി, ഇത് റഷ്യ അങ്ങനെ പിടിച്ചു വെക്കാൻ തുടങ്ങിയതോടെ ചൈന എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിലുള്ള വെള്ളി മാർക്കറ്റിൽ ഇറക്കത്തില്ല. പിന്നെ മെക്സിക്കോയും പെറുവാണ്. ഇപ്പോൾ വെള്ളി വിപണിയിൽ കിട്ടുന്നത് മെക്സിക്കോയിൽ നിന്നും പെറുവിൽ നിന്നും ഖനനം ചെയ്യുന്ന വെള്ളിയാണ് ലോക മാർക്കറ്റിൽ വരുന്നത്. റഷ്യ ഇത് പതുക്കി വെച്ചതിന് പിന്നാലെ ചൈനയും വെള്ളി പതുക്കി വെച്ചിരിക്കുകയാണ്, പുറത്തേക്ക് വിടുന്നില്ല. അപ്പോൾ ആഗോള ഹുണ്ടിക വ്യാപാര ചന്തയാണ് ലണ്ടൻ ബുള്ളിയൻ മെറ്റൽ അസോസിയേഷൻ. അവരുടെ പക്കൽ 1 ഗ്രാം സ്വർണം, ഒരു ഗ്രാം വെള്ളി പോലും ഇല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം നോക്കൂ, ഞാനിപ്പോഴും സ്വർണ്ണമെന്നാണ് അറിയാതെ പറയുന്നത്. കാരണം നമ്മളൊക്കെ പറഞ്ഞ് ശീലിച്ചത് സ്വർണ്ണത്തിൻ്റെ കാര്യമാണ്, വെള്ളിയെക്കുറിച്ച് അങ്ങനെ പറയാറില്ല. പക്ഷേ ഇപ്പോൾ വെള്ളി സ്വർണ്ണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കുതിച്ചു കയറുന്ന ഒരു കാഴ്ച പറയുമ്പോൾ അപ്പോഴും നമുക്കറിയാതെ സ്വർണ്ണം എന്ന് വായി വന്നു പോകും. അപ്പോൾ ഏതായാലും പിന്നെ മാത്രമല്ല, ബ്രിക്സിൻ്റെ നാണയം വരുന്നു എന്ന് പറയുന്നുണ്ട്. യൂണിറ്റ് എന്നതിൻ്റെ പേര്. ബ്രിക്സ് നാണയം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വെള്ളി നാണയമായിരിക്കും എന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെയുണ്ട് ബ്രിക്സ് രാജ്യങ്ങളും ഈ പറഞ്ഞതുപോലെ ചൈനയും ഇന്ത്യയും റഷ്യയും ഉൾപ്പെടുന്നതാണ് ബ്രിക്സ്. അപ്പോൾ അവരും വെള്ളി കൈവശം വെക്കുന്നു. ഇതാണ് ഒരു കാരണം പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധമാണ്. നമ്മൾ മുമ്പൊരിക്കലും സംസാരിച്ചാണ്. കാരണം ഒരു റോക്കറ്റ്, ഒരു മിസൈൽ, ഒരു ക്രൂയിസ് മിസൈൽ വിക്ഷേപിക്കുമ്പോൾ അതിൽ 10 മുതൽ 30 കിലോഗ്രാം വരെ വെള്ളി ഉപയോഗിക്കുന്നുണ്ട്. വെള്ളി ഏറ്റവും വലിയ ചാലകതയുള്ള ലോഹമാണ്, ഇലക്ട്രിസിറ്റി കടന്നുവിടുന്നത്. പിന്നെ മാത്രമല്ല സിൽവർ സിങ്ക് ബാറ്ററികളാണ് ഈ മിസൈലുകൾക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു മിസൈലിന് വേണ്ടിയിട്ട്, ഒരു ക്രൂയിസ് മിസൈലിന് 30 കിലോ സ്വർണം വെള്ളി വരെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയ്ക്ക് 1 ലക്ഷം മിസൈലുകൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 1 ലക്ഷം ഇൻറ്റു 30 ലക്ഷം കിലോ വെള്ളി ആവിയായിപ്പോയി. അപ്പോൾ ലോകത്ത് പലയിടത്തും യുദ്ധം നടക്കുന്നുണ്ട്, മിസൈലുകൾ പോകുന്നുണ്ട്. ഇപ്പം ഗാസയിലെ യുദ്ധം അല്ലേ, യമനിലെ ആക്രമണം. അപ്പോൾ വെള്ളി വലിയ തോതിൽ ഈ പറയുന്നതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ, സോളാർ പാനലുകൾ ഒക്കെ പരമ്പരാഗതമായി ഉപയോഗിച്ച് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ യുദ്ധ ഉപകരണങ്ങൾ, മിസൈലുകളുടെ ആവശ്യത്തിനായിട്ട് വലിയ തോതിൽ വെള്ളി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് വെള്ളി കൈവശമുള്ള രാജ്യങ്ങൾ കരുതൽ ധനം പോലെ സൂക്ഷിക്കുകയാണ്. ഒന്ന്, അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി സ്വർണം സൂക്ഷിക്കുന്നത് പോലെ വെള്ളി സൂക്ഷിക്കുന്നു. ഒപ്പം യുദ്ധാവശ്യത്തിന് വേണ്ടി മിസൈലുകൾ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളി സൂക്ഷിക്കുന്നത്. പുതിയൊരു അറിവാണ്. നമ്മളാരും കരുതിയിട്ടില്ല ഓരോ മിസൈൽ പോകുമ്പോഴും 30 കിലോ വെള്ളി. എന്ന് ആലോചിച്ച് നോക്കിയാൽ 30 കിലോ, ഒരു കിലോ വെള്ളിക്ക് 2,80,000 രൂപയാണ് വില. അപ്പോൾ 30 കിലോ ആകുമ്പോഴത്തേക്ക് എത്ര ലക്ഷം രൂപയുടെ വെള്ളിയാണ് അതിൽ ഉപയോഗിക്കുന്നത്. അപ്പം മിസൈലുകളുടെ വില എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചില മിസൈലുകൾക്ക് കോടികളാണ് വില. അപ്പം നമ്മൾ ഈ S-400 എന്ന് പറയുന്ന നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്ന് വാങ്ങിയത്, അത് 9 തവണയോ മറ്റോ ആണ് ആകെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ചാർജ് ചെയ്ത്. അതൊരെണ്ണം ഒരു മിസൈൽ അങ്ങ് വിടുമ്പോൾ കോടികളങ്ങ് ചിലവാകുന്നത്. അയൺ ഡോം എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനമില്ല, ഓരോ തവണ വിക്ഷേപിക്കുമ്പോഴും കോടിക്കണക്കിന് രൂപയാണ് ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ അയൺ ഡോം വഴി ചിലവഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഉരുകിത്തീരുന്ന ബാഷ്പമായി പോകുന്ന ലോഹമാണ് വെള്ളി. അപ്പോൾ ആധുനിക കാലത്ത് യുദ്ധത്തിന് അനിവാര്യമായ ഒരു ലോഹം കൂടിയാണ് വെള്ളി എന്നത് കണ്ടിട്ടാണ് വെള്ളി വലിയ തോതിൽ രാജ്യങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ വെള്ളി എന്ന് പറയുന്ന, സ്വർണം വെച്ചിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല, മിസൈൽ ഉണ്ടാക്കാൻ സ്വർണം വേണ്ട. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മളും ഇന്ത്യ ഒരു പക്ഷേ ഈ തരത്തിലേക്ക് ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം റിസർവ് ബാങ്ക് പണയം വെക്കാൻ പറയുന്നത്. പണയം വെക്കുമ്പോൾ ബാങ്കുകളിലേക്ക് കരുതൽ ധനമായിട്ടെത്തും. ഇപ്പോൾ റിസർവ് ബാങ്കും ഒരു പക്ഷേ ഈ സ്വർണ്ണ നിക്ഷേപം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടല്ലോ, സ്വർണ്ണ സമ്പാദ്യം, ഒരു സ്വർണ്ണ ശേഖരം, സ്വർണ്ണ റിസർവ് ഉണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ഇന്ത്യയും വലിയ തോതിൽ വെള്ളി സംഭരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ഒരു സംശയം എനിക്കുണ്ട്. കാരണം ഒരുപക്ഷെ പുറത്ത് വിടാത്തതായിരിക്കാം, അല്ലെങ്കിൽ അത്തരം ചെറിയ വാർത്തകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, വലിയ തോതിൽ ഇന്ത്യ ഇത് സംഭരിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഏതായാലും ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, റഷ്യ ഉൾപ്പെടെയുള്ള, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ തോതിൽ, പ്രത്യേകിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ വെള്ളി വലിയ തോതിൽ സംഭരിക്കുമ്പോൾ ഇന്ത്യയും അത് സംഭരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഈ നയം മാറ്റം, ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, NBFC ഒക്കെ വെള്ളി ആഭരണങ്ങൾ പണയമായി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത് ഈ മാറുന്ന കാലത്തിനനുസരിച്ചാണ് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം. പക്ഷേ മറ്റു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, സ്വർണത്തെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോഴും വെള്ളി കിട്ടും. വെള്ളി വാങ്ങി കൈവശം വെക്കുക. സാമ്പത്തിക വിദഗ്ധരും സാമ്പത്തിക സൈറ്റുകളിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ, ഞാൻ പ്രേക്ഷകരോട് പറയും മുമ്പ് ഞാനതിന് ക്രോസ് ചെക്ക് ചെയ്തു, ഒന്ന് വെരിഫൈ ചെയ്തു. കാരണം വെള്ളി ഒരു നല്ല നിക്ഷേപമാണോ എന്ന് പ്രേക്ഷകരെ പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല. നാളെ വന്നിട്ട്
നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ 10 കിലോ വെള്ളി മേടിച്ച് വെച്ചു കേട്ടോ, വില കുത്തനെ ഇടിഞ്ഞു എന്നും പറഞ്ഞ് നമ്മളെ ചീത്ത വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ഒരു റഫറൻസൊക്കെ നടത്തിയപ്പോൾ പറയുന്നത് ഇടയ്ക്ക് ചിലപ്പോൾ വെള്ളിയുടെ വില ഒന്ന് താന്നേക്കാം. അപ്പോഴും നിങ്ങളുടെ കൈവശമുള്ളത് വിൽക്കാതെ കരുതി വെച്ചാൽ ലോങ് ടേമിൽ സ്വർണത്തിനേക്കാളും വലിയ ലാഭം വെള്ളി ഉണ്ടാക്കി തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ പറഞ്ഞതുപോലെ 1,04,500 രൂപയ്ക്ക് 1 കിലോ സ്വർണം വാങ്ങിയവർക്ക് ഇപ്പോൾ 2,80,000 രൂപയുണ്ട്. 10 കിലോ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്നത് വിറ്റാൽ ഫെബ്രുവരി 6-ാം തീയതി അല്ലേ, 6-ാം തീയതി അത് വിറ്റാൽ 17.5 ലക്ഷം രൂപയാണ് 10 കിലോ വെള്ളി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാങ്ങിയിട്ട് ഇന്ന് വിറ്റാൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്ന ലാഭം എന്നതുകൂടി ഓർക്കുക. വെള്ളിയാണ് സ്വർണത്തെക്കാളും ലാഭകരമായ സുരക്ഷിതമായ ഒരു നിക്ഷേപമെന്നാണ് ആഗോള സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ചെറിയ തുക മുടക്കിയാൽ തന്നെ വെള്ളി വാങ്ങിക്കാൻ കഴിയുമെന്നുള്ളതും അതെ, അത് വലിയ കാര്യമാണ്. നമുക്ക് ഈസിലി ആക്സസബിൾ ആണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇനി തൊട്ട് വെള്ളിയാഭരണങ്ങളിട്ട് പുറത്ത് പോകുമ്പോഴും സൂക്ഷിക്കുക. കള്ളന്മാർക്കും ഒരു പുതിയ അറിവുണ്ട്. വെള്ളിയാഭരണങ്ങൾ ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലും ചിലപ്പോൾ മേശപ്പുറത്ത് കിടക്കുന്നതാണ് വെള്ളിക്കൊലുസൊക്കെ, വെള്ളി അരഞ്ഞാണം, അവിടെ അലക്ഷ്യമായിട്ടിരിക്കുക. ഒക്കെ തപ്പിയെടുക്കുക, ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് തപ്പിയെടുക്കുക, ഒന്ന് മിരുക്കി വെക്കുക, കൊടുത്താൽ നല്ല കാശ് കിട്ടും. ഏപ്രിൽ 1-ാം തീയതി മുതൽ അത്യാവശ്യം വന്നാൽ വെള്ളി ആഭരണങ്ങളും പണയം വെക്കാം. ഏറ്റവും പുതിയ വാർത്തകളുമായി ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊപ്പം നിങ്ങളും കൂടുക. അതിന് ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൻ്റെ ലോഗോയിൽ ഒന്ന് വിരലമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കാതിരിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ചാനൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ അത്രയും ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നൊരു ചെറിയ പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട്. അത് പരിഹരിക്കാൻ നിങ്ങളുടെ അടിയന്തരമായ ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്നുകൂടി പറയുന്നു.